അങ്ങനെ ഏർവാടിയുടെ പുണ്യതീരത്ത് നിന്നും മുത്തുപ്പേട്ടയുടെ മനോഹാരിതയും പിന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്ത യാത്രയിലാണ്. ലക്ഷ്യം ലോകപ്രശസ്തമായ നാഗൂർ ദർഗ. റോഡരികിലെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ദർഗയിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കേൾക്കുന്നത് പോലൊരു അനുഭവം. ദീർഘമായ ഈ യാത്രയുടെ ക്ഷീണമകറ്റാൻ വഴിയിൽ ഒരു ചെറിയ ചായക്കട കണ്ടു. അവിടെ ഞങ്ങൾ റിക്ഷ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഫ്രഷായി ക്ഷീണമൊക്കെ മാറി ഇനി അടുത്ത യാത്ര ബസ്സിലാണ്. ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയാണിപ്പോൾ. ഒരുപാട് ബസ് വന്നു പോയി. ഞങ്ങളുടെ ബസ് ഇനിയും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അവസാനം ഏകദേശം 3/4 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബസ് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ബസ്സിൽ കയറി ബസ്സിലെ ജനലരികിലിരുന്നുള്ള ഈ യാത്രയ്ക്ക് പ്രത്യേകമൊരു ഭംഗിയുണ്ട്. റോഡിലൂടെ വേഗത്തിൽ മറഞ്ഞു പോകുന്ന മരങ്ങളും വീടുകളും തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയും നാഗൂറിലേക്കുള്ള ഈ യാത്രയിൽ മനസ്സ് വളരെ ശാന്തമാണ്. ബസ് ഇപ്പോൾ പ്രസിദ്ധമായ വേലാങ്കണ്ണി എന്ന പുണ്യസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മുത്തുപ്പേട്ടയിൽ നിന്ന് നാഗപട്ടണം എന്നൊരു സ്ഥലത്ത് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നാഗൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉള്ളത്. ഇതാണ് നാഗപട്ടണം ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇറങ്ങിയത്. ആ ബസ്സിലാണ് വന്നത്. അതിപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഹോട്ടൽ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഇമ്പല അല്ല, കൂടുതൽ തമിഴിലാണ് ഇവിടെ പേരുള്ളത്. വായിക്കാൻ കിട്ടുന്നില്ല. ഇവിടെ മാത്രമേ ഇമ്പല എന്നിട്ടും മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ, പച്ചക്കറി ഹോട്ടലാണ്. ഓർഡർ കൊടുത്താ മേരി ചൂടെടുക്കുന്ന ഗായ്സ്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ നാഗപട്ടണത്തെത്തി. നല്ലൊരു ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് ഓട്ടോയിൽ നേരെ നാഗൂർ ദർഗയിലേക്ക്. ദാ മുന്നിൽ ആ പുണ്യസ്ഥലം. ദർഗ നേരിൽ കാണുമ്പോഴുള്ള ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ദർഗയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചുറ്റുമുള്ള ലോകം മാറിപ്പോയതുപോലെ മനസ്സിനെ വല്ലാതെ തൊട്ടുണർത്തുന്ന അന്തരീക്ഷം. ഈ മനോഹരമായ കാഴ്ചകൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ സമയം അസർ നമസ്കാരത്തിൻ്റെ സമയം ആയിക്കൊണ്ട് വരികയാണ്. ആത്മീയമായ ഒരു നിർവൃത്തിയോടെ നമസ്കാരത്തിനായി ഞങ്ങൾ അങ്ങോട്ടേക്ക് പള്ളിയും അന്വേഷിച്ച് നീങ്ങുന്നു. ഇവിടെ വലത്ത ഭാഗത്തായിട്ട് കാൽ കഴുകാനുള്ള, അതായത് ഉദു ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഉദു ചെയ്തിട്ട് വരാനാണ് ഒരാൾ ഞങ്ങളോട് നിർദ്ദേശിച്ചത്.
അങ്ങനെ ദർഗാ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദർഗയുടെ പുറത്തിറങ്ങി ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള തിരക്കിലാണ്. ഇനി നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകും. അങ്ങനെ ദർഗയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഞങ്ങൾ നേരെ നാഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഇനിയുള്ള യാത്ര എറണാകുളത്തേക്ക്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.